രാജ്യത്ത് റെയിൽവേ ഭൂമികളിൽ നടക്കുന്നത് വൻ കയ്യേറ്റം. 1068.54 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് കയ്യേറിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 32% ഭൂമി കയ്യേറ്റത്തിലെ വർധനയെന്ന് ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, എന്തായാലും ഗുരുതരമായ ഒരു വിഷയമാണ്. രാജ്യത്തെ റെയിൽവേ ഭൂമികൾ നടക്കുന്നത് വലിയ കയ്യേറ്റമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും 2025 ഏപ്രിൽ 1 റെയിൽവേയുടെ കണക്ക് പ്രകാരം റെയിൽവേക്ക് രാജ്യത്ത് ആകെ 4.99 ലക്ഷം ഹെക്ടർ ഭൂമി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ വലിയ രീതിയിലുള്ള കയ്യേറ്റം, ഏതാണ്ട് 0.21% ഭൂമി കയ്യേറിയിരിക്കുകയാണ് എന്നുള്ളതാണ് റെയിൽവേ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ കണക്കാണ്, അതായത് 2025 വരെയുള്ള കണക്കാണ് ഇപ്പോൾ റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്നത്. ആ കണക്കുകൾ പ്രകാരം 2020 മുതൽ 2025 വരെ കയ്യേറിയിരിക്കുന്നത് 1068.54 ഹെക്ടർ ഭൂമി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഓരോ വർഷവും ഈ കയ്യേറ്റം അതിൻ്റെ തോത് കൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. 2020-21 കാലത്ത് 810.31 ഹെക്ടർ ആയിരുന്നു കയ്യേറ്റം എന്ന് പറയുന്നത്. ആ കയ്യേറ്റമാണ് 2025 എത്തുമ്പോൾ 1068 ഹെക്ടറായി ഉയർന്നത്. അതായത് 32% വർധനവാണ് ഇത്തരത്തിൽ കയ്യേറ്റത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് റെയിൽവേയുടെ കണക്കുകളിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതേസമയം ഈ കയ്യേറിയ ഭൂമി ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ റെയിൽവേ നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ഫലം കാണുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ കുറച്ച് ഭൂമി മാത്രമാണ് ഇതുവരെ ഈ കയ്യേറ്റത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടുള്ളത്. 98.02% മാത്രം ഭൂമിയാണ് ഇതുവരെ റെയിൽവേ തിരിച്ചു പിടിച്ചത്. ബാക്കി എല്ലാ സമയത്തും ഈ കയ്യേറ്റം അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 2020-21 കാലത്ത് 810.31 ഹെക്ടർ ഭൂമി കയ്യേറിയിരുന്നെങ്കിൽ അത് ഈ റെയിൽവേയുടെ നടപടികളുടെ ഭാഗമായി 2021-22 കാലത്ത് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. 782.81 ഹെക്ടറായാണ് അത് കുറയ്ക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞത്. അതായത് ഈ കാലഘട്ടത്തിൽ റെയിൽവേക്ക് ആ ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ തൊട്ടടുത്ത വർഷം ആ കയ്യേറ്റം പിന്നെയും കൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഒരു വർഷത്തിനിടെ 268 ഹെക്ടർ ഭൂമി വീണ്ടും റെയിൽവേയുടേതായി കയ്യേറി എന്നുള്ളതാണ് റെയിൽവേയുടെ വിവരാവകാശ രേഖയിൽ പറയുന്നത്. ഏതായാലും ഈ ഭൂമി ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ റെയിൽവേ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, റെയിൽവേയോട് കഴിഞ്ഞ് 25 വർഷത്തെ കണക്കുകളാണ് ഈ വിവരാവകാശ അപേക്ഷ പ്രകാരം അപേക്ഷകൻ ചോദിച്ചത്. പക്ഷേ അത് ലഭ്യമല്ല എന്നുള്ള മറുപടിയാണ് റെയിൽവേ നൽകിയത്. 5 വർഷത്തെ കണക്ക് മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ കണക്കുകൾ റെയിൽവേ നൽകിയത്. സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ആവശ്യപ്പെട്ടെങ്കിലും അതിൻ്റെ വിവരങ്ങളും റെയിൽവേയുടെ പക്കലില്ല എന്നുള്ളതാണ് റെയിൽവേ നൽകിയ മറുപടി. മറിച്ച് അത്തരം വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങളിലെ ഡിവിഷൻ ഓഫീസർമാരോട് ചോദിക്കൂ എന്നുള്ള മറുപടിയാണ് റെയിൽവേയിൽ നിന്ന് ലഭിച്ചത്. ഏതായാലും ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഏതാണ്ട് 1068 ഹെക്ടർ ഭൂമിയാണ് ഇത്തരത്തിൽ റെയിൽവേയുടേതായി കയ്യേറി വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ റെയിൽവേ ഭാവി വികസന പ്രവർത്തനങ്ങൾക്കടക്കമായി നേരത്തെ ഏറ്റെടുത്തിട്ടിരിക്കുന്ന ഭൂമിയാണ്. റെയിൽവേ വികസനത്തിന് വേണ്ടിയുള്ള ഭൂമിയാണത്. അവിടെയാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ വരുന്നത്. അത് ഒഴിപ്പിച്ചെടുത്തില്ലെങ്കിൽ ഭാവിയിൽ പിന്നെയും ഈ വികസന പ്രവർത്തനങ്ങൾക്കടക്കം തടസ്സം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. എന്തായാലും വലിയ ഒരു ഗുരുതരമായ ഒരു വിഷയമാണിത്. രാജ്യത്തെ റെയിൽവേ ഭൂമികൾ നടക്കുന്നത് വലിയ കയ്യേറ്റമാണ്. 1068.54 ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകളിൽ നിന്നാണ് ഇത് വ്യക്തമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജസ് ജോർജ്.